പ്രിയപ്പെട്ടവരെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർ ഫോർഡ് ഇതിന്റെ ഏതോ ഒരു ബാത്റൂമിൽ ചെറിയൊരു തീ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇത്രയൊന്നും കരുതിയിരുന്നില്ല. പക്ഷെ പിന്നീട് 2 ദിവസം കഴിയുമ്പോഴാണ് ഈ തീ അണക്കാൻ 30 മണിക്കൂറിലേറെ സമയമെടുത്തു എന്ന് പറഞ്ഞത്. ഇത് അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ലൈനിലെ ഷോർട്ട് സർക്യൂട്ട് മുഖേന ഉണ്ടായ ഒരു തീയാണ് എന്നൊക്കെയായിരുന്നു അമേരിക്ക ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നത്. എന്നാൽ ഇത് ഗ്രീസിലേക്കാണ് ഇതിന്റെ മെയിൻ്റനൻസിന് വേണ്ടി എത്തിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നത്. കാരണം കെട്ടിവലിച്ചു കൊണ്ടുപോകാൻ അമേരിക്കയിലേക്ക് ഇത്രയും വലിയ ഒരു വിമാനവാഹിനി കപ്പലിനെ കൊണ്ടുപോവുക എന്നത് സാധ്യമായ ഒരു കാര്യമല്ലല്ലോ. അതുകൊണ്ടാണ് അടുത്ത ഭാഗത്ത് ഗ്രീസിലേക്ക് ഇതിനെ അയച്ചത് എന്നാണ് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഇത് എന്തായാലും ഇതിനെന്ത് സംഭവിച്ചു, എവിടെയാണ് ഇതിന് തീ പിടിച്ചിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. ഇതൊക്കെയാണ് അമേരിക്കക്ക് ഈ യുദ്ധത്തിലൂടെ ഉണ്ടായ നേട്ടം. എന്നെ ഇന്ന് യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തിയ ഒരു അമേരിക്കക്കാരന്റെ ഒരു പോസ്റ്റ് ഉണ്ട്. ഈ യുദ്ധത്തിലൂടെ ട്രംപ് നേടിയ നേട്ടങ്ങൾ, അമേരിക്ക കൈവരിച്ച നേട്ടങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതായത് റഷ്യയുടെ എണ്ണയ്ക്ക് ഉപരോധമുണ്ടായിരുന്നു, അത് 1 മാസത്തേക്ക് ഉപരോധം നീക്കിക്കൊടുത്തു. രണ്ടാമത്തേത് ഇറാന് കാലങ്ങളായി ഉപരോധത്തിലായിരുന്നു, ആ ഉപരോധവും ഇപ്പോൾ നീക്കിക്കൊടുത്തിരിക്കുകയാണ്. മറ്റൊന്ന് സ്ട്രൈറ്റ് ഓഫ് ഹുർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾ ഫ്രീ ആയിട്ടായിരുന്നു ഇതുവരെ പോയിരുന്നത്. ഇപ്പോൾ ഇറാന് ഒരു കപ്പൽ കടത്തിവിടാൻ $2 മില്യൺ അവർക്ക് ടോള് നൽകേണ്ടി വരുന്നു. ഇറാൻ അങ്ങനെ ലാഭിക്കുന്നു. അതോടൊപ്പം അദ്ദേഹം പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം F-35 ലോകത്ത് തകർക്കാൻ കഴിയില്ല, റഡാർ കണ്ണുകൾക്ക് നിരീക്ഷിക്കാൻ കഴിയില്ല. അത്രയും വലിയൊരു സംഭവമായിരുന്നുവെങ്കിൽ അതിന്റെ മൂല്യം തകർക്കാൻ ട്രംപിന് ഈ യുദ്ധത്തിലൂടെ സാധിച്ചു എന്നത് ട്രംപ് ഇപ്പോൾ അമേരിക്കക്ക് ഉണ്ടാക്കിയെടുത്ത വലിയൊരു നേട്ടങ്ങളിൽ മറ്റൊരു കാര്യമാണിത്. ഇതൊക്കെയാണ് ഇറാനെ തകർക്കാൻ പോയ ട്രംപ് അമേരിക്കക്ക് ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളെന്ന് പരിഹസിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായിരുന്നാലും വലിയ ഒരു ദുരന്തമാണ് അമേരിക്കക്ക് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇത് മറച്ചു വെച്ചത് യഥാർത്ഥത്തിൽ ഇറാന് മുന്നിലോ ലോകത്തിന് മുന്നിലോ അല്ല, നേരെ മറിച്ച് അമേരിക്കക്കാർ തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ ട്രംപിന് വെറുതെ വിടുകയില്ല. കാരണം ഇത്രയും വലിയൊരു നാശം വരുത്തി വെക്കാനാണോ ഒരു കാരണവുമില്ലാതെ ഇറാനുമേൽ കുതിര കയറാൻ പോയത് എന്ന ചോദ്യം ട്രംപിന് മുന്നിൽ വരുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോകൾ അല്ലെങ്കിൽ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ അമേരിക്കയിലെ സാധാരണ പൗരന്മാർ അറിയുന്നത് ട്രംപിനെ അലോസരപ്പെടുത്തുകയാണ്.